ഹലോ എവ്രിവൺ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ വോളിയം വ്യാപ്തം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ മക്കൾ എല്ലാവരും ചാപ്റ്റർ പഠിക്കാൻ റെഡിയല്ലേ? ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് മിസ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്ക് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ എക്സാമിന് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുകയല്ലേ? നമുക്ക് ചാപ്റ്ററിലേക്ക് കിടന്നാലോ? ചാപ്റ്റർ 4 വോളിയം. അപ്പോൾ മിസ് ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ നോക്കിട്ടെ. മിസ് ഇവിടെ 2 പെൻസിൽ എടുത്തിട്ടുണ്ട്. ഈ 2 പെൻസിലിൽ ഏതിനാണ് ഏറ്റവും നീളം കൂടുതൽ എന്ന് നമ്മൾ എങ്ങനെ കണക്കാക്കാം? നമ്മൾ നീളം അളന്ന് നോക്കും അല്ലേ? സ്കെയിൽ വെച്ച് നമ്മൾ നീളം അളന്ന് നോക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പെൻസിലിൽ ഏതിനാണ് നീളം കൂടുതൽ എന്ന് കണ്ടെത്താം. ഈ പെൻസിൽ എന്ന് പറയുന്നത് എന്ത് ഫിഗറാണ്? ഒരു 1 ഡയമെൻഷണൽ ഫിഗർ ആണല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ മിസ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള 2 പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് റെക്റ്റാങ്കിളാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്താം? നമ്മുടെ റെക്റ്റാങ്കിൾ എന്തുണ്ട്? ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, നീളം വീതി ഉണ്ടല്ലേ. അതായത് റെക്റ്റാങ്കിൾ എന്ത് ഡയമെൻഷനാണ്? 2 ഡയമെൻഷണൽ ഫിഗർ ആണ് അല്ലേ. അപ്പം നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കും? ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കും അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്, നീളം ഇൻറ്റു വീതി ചെയ്ത് നമ്മൾ പരപ്പളവ് കണ്ടുപിടിക്കും. ഏതിനാണോ പരപ്പളവ് കൂടുതൽ അതാണ് ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 1 ഡയമെൻഷനിൽ കണ്ടു, 2 ഡയമെൻഷനിൽ കണ്ടു. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അതായത് ഇവിടെ നോക്കിയേ, സൈസ് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇവിടെ നോക്കിയേ, താഴെ തന്നിരിക്കുന്ന ചതുരക്കട്ടകളൊക്കെ എങ്ങനെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്? ചെറിയ ചെറിയ ചതുരക്കട്ടകൾ കൂട്ടി വെച്ചിട്ടാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? ആ ചെറിയ ചെറിയ ചതുരക്കട്ടകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് എന്ത് കണ്ടെത്താം? അതിലേത് ചതുരക്കട്ടയാണ് ഏറ്റവും വലുത് എന്ന് കണ്ടെത്താലോ. നമുക്ക് നോക്കാം എങ്ങനെ കണ്ടെത്താം എന്ന്. ആദ്യത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ എത്ര ചതുരക്കട്ടയുണ്ട്? 1 2 3 4 മാത്രമാണോ? അപ്പുറത്തെ സൈഡിലും എന്തുണ്ട്? ഇതേപോലെ 4 റെക്റ്റാങ്കുലർ ബ്ലോക്കുകളുണ്ട് അല്ലേ, ചെറിയ ചെറിയ കട്ടകളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 8 വരുന്നത്. ഇനി അടുത്ത റെക്റ്റാങ്കുലർ ബ്ലോക്കിലോ 1 2 3 4 5 6 എത്ര എണ്ണം ഉണ്ട്? 6 ചെറിയ ചെറിയ 6 ചെറിയ ചെറിയ ചതുരക്കട്ടകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ആ ഒരു വലിയ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്കോ 1 2 3 4 5 ടോട്ടൽ എത്രയുണ്ട്? 5 ചെറിയ ചെറിയ ചതുരക്കട്ടകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ആ നീളത്തിലുള്ള ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? നമുക്ക് പെട്ടെന്ന് തന്നെ പറയാമല്ലോ. ഏതാണ് വലുത്? ഈ ഫസ്റ്റത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് വലുത് അല്ലേ. അതിലാണ് എണ്ണം കൂടുതൽ, ചെറിയ ചെറിയ കട്ടകളുടെ എണ്ണം കൂടുതൽ ഏതിലാണ്? ഫസ്റ്റത്തേലാണ് കൂടുതൽ. ഏറ്റവും ചെറുത് പറയണമെങ്കിൽ ഏത് പറയാം? ഏറ്റവും ലാസ്റ്റത്തെ അല്ലേ. 5 ചെറിയ ചെറിയ ചതുരക്കട്ടകൾ കൂട്ടിച്ചേർത്തിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണക്കാക്കാം? ഈ എണ്ണം കണക്കാക്കി, എണ്ണം നോക്കിയിട്ട് നമുക്ക് എങ്ങനെ നോക്കാം? റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ ഏതാണ് വലുത് എന്ന് കണ്ടെത്താം. ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര ചതുരക്കട്ടകളുണ്ട്? ആദ്യത്തെ പിക്ചറിൽ 1 2 3 4 5 6 7 8 9 അതേപോലെ തന്നെ 2 ലെയറും കൂടി ഉണ്ടല്ലേ. അപ്പോൾ എത്ര വരും? 9 + 9 + 9 എത്ര വരും? 27 അല്ലേ. ടോട്ടൽ എണ്ണം എത്രയാണ്? ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിലെ കട്ടകളുടെ എണ്ണം എത്രയാണ്? 27. അതേപോലെ തന്നെ രണ്ടാമത്തെ റെക്റ്റാങ്കുലർ ബ്ലോക്കിലോ 1 2 3 4 5 6 7 8 9 10 11 12 12 ചെറിയ ചതുരക്കട്ടകൾ ഉണ്ടല്ലോ ആദ്യത്തെ ലെയറിൽ. അതേപോലെ എത്ര ലെയർ ഉണ്ട്? 1 2 3 4 5 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര വരും? 12 + 12 + 12 + 12 + 12 എത്രയായിരിക്കും ടോട്ടൽ വരുന്നത്? 60 അല്ലേ. 60 ചെറിയ ചെറിയ ചതുരക്കട്ടകൾ കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഈ വലിയ റെക്റ്റാങ്കുലർ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? ആദ്യത്തേൽ 27 ഉണ്ടായിരുന്നു, രണ്ടാമത്തേൽ 60 ആയിരുന്നു. ഏതാണ് വലുത്? 60 വലുത്, നമുക്കറിയാം അല്ലേ. ഇനി അടുത്തൊരു പിക്ചർ നോക്കിക്കേ. ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ ഏതാണ് വലുത്? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്താ ചെയ്യാറ്? എണ്ണി നോക്കും അല്ലേ. ചെറിയ ചതുരക്കട്ടകളുടെ എണ്ണം എണ്ണി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? വലുപ്പം നോക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? 1 2 3 4 അതേപോലെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 ലെയേഴ്സ് ഉണ്ട് അല്ലേ. അതായത് 4 + 4 + 4 എത്രയാണ് വരുന്നത്? 12 അല്ലേ. 12 ചതുരക്കട്ടകൾ ഉണ്ടല്ലേ. ഇനി അതേപോലെ തന്നെ തൊട്ടപ്പുറത്തും കാണിച്ചിട്ടുണ്ട് ഒരു ചതുരക്കട്ട. അതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 അതിലും ഇതേപോലെ എത്ര ലെയേഴ്സ് ഉണ്ട്? 3 ലെയേഴ്സ് ഉണ്ട്. അവിടെയും എത്രയാണ് വരുന്നത്? 4 + 4 + 4 12 വരുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് വലുത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? രണ്ടും എന്താണ്? സെയിം നമ്പറാണ് അല്ലേ. രണ്ടെണ്ണത്തിലും ഉപയോഗിച്ചിരിക്കുന്ന ചതുരക്കട്ടകളുടെ എണ്ണം എത്രയാണ്? 12. പക്ഷെ ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ പിക്ചറിൽ ആ ചതുരക്കട്ടയുടെ വലുപ്പം നോക്കിക്കേ, വലിയ ചതുരക്കട്ടയല്ലേ. രണ്ടാമത്തെ ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്കിലോ ചെറിയ ചതുരക്കട്ടയല്ലേ. അപ്പം നമ്മൾ ഒരിക്കലും എണ്ണം നോക്കിയിട്ട് മാത്രം നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റില്ല? ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വലുപ്പം കണക്കാക്കാൻ പറ്റില്ല. എന്തുകൂടെ നോക്കണം?
ഏത് കട്ടകൾ, അതായത് ചെറിയ കട്ടകളുടെ വലുപ്പം കൂടി നോക്കിയാലാണ് നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റുള്ളൂ, ഏത് റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് വലുത് എന്ന് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായോ, ക്ലിയർ ആയോ, എളുപ്പമല്ലേ ഈ പോർഷൻ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോയാലോ. സൈസ് ആസ് നമ്പർ. ഇവിടെ നോക്കിയേ, നമുക്കൊരു ചെറിയ ക്യൂബ് തന്നിട്ടുണ്ടല്ലേ. ഈ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതായത് 1 ഘന സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ക്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരു വലിയ റെക്റ്റാങ്കുലർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വലിയ ചതുരക്കട്ട നിർമ്മിച്ചിരിക്കുന്നത് ഈ ചെറിയ ക്യൂബുകൾ കൂട്ടിച്ചേർത്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എത്ര കട്ടകളുണ്ട് എന്ന് നോക്കിയാൽ മതി അല്ലേ. ഇതേപോലെയുള്ള കട്ടകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ആ വലിയ ചതുരക്കട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് അവിടെ? 24 ചതുരക്കട്ടകളുണ്ട് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും അവിടെ വോളിയം? 24 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ആ ചെറിയ കട്ടകളുടെ എണ്ണം നോക്കിയിട്ടാണ് ചെയ്തത് അല്ലേ. ഇനി നമ്മൾ എന്ത് പഠിക്കാൻ പോവാണ്? ഈ വോളിയം കണ്ടുപിടിക്കുന്നതിന് നമ്മളൊരു ഇക്വേഷൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി എളുപ്പത്തിൽ നമുക്ക് അളവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് വ്യാപ്തം കണ്ടുപിടിക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഓക്കെ, വോളിയം കാൽക്കുലേഷൻ. ഇവിടെ നോക്കിക്കേ, ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത്? നമ്മൾ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പഠിക്കുകയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഉയരം വന്നിട്ടുണ്ട് അല്ലേ, ഒരു എക്സ്ട്രാ ഒരു അളവ് വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ലെങ്ത് അറിയാം, നമുക്ക് ബ്രെഡ്ത്ത് അറിയാം. ഇനി എന്തും കൂടെ വന്നിട്ടുണ്ട് വോളിയത്തിൽ? ഹൈറ്റ്, ഉയരം നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും വോളിയം കാണുന്നത്? ലെങ്ത് ഇവിടെ എത്രയാണ്? 5 ആണ് തന്നിരിക്കുന്നത് അല്ലേ. ബ്രെഡ്ത്ത് എത്രയാണ്? 3 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഉയരം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ഉള്ളൂ അല്ലേ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അവിടെ എത്രയാണ് അവിടെ വോളിയം വരുന്നത്? 15 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ. 15 ഘന സെൻറ്റിമീറ്റർ ആണ് അവിടെ വോളിയം വരുന്നത്. നെക്സ്റ്റ് പിക്ചറിൽ നോക്കിക്കേ, സെയിം റെക്റ്റാങ്കിൾ തന്നെയാണ്, പക്ഷെ എങ്ങനെയാണ്? ഇവിടെ ഒരു ലെയറും കൂടെ അതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് വോളിയം കണ്ടുപിടിക്കുമ്പോൾ? ലെങ്ത്തിനും ബ്രെഡ്ത്തിനും വ്യത്യാസമില്ല അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും മാറുന്നില്ല. അവിടെ എന്താ മാറിയിരിക്കുന്നത്? ഒരു ലെയർ മുകളിലേക്ക് വന്നു. അപ്പോൾ അവിടെ എന്താ മാറിയിരിക്കുന്നത്? ഹൈറ്റ്, ഉയരമായിരിക്കും അല്ല മാറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉയരം എത്രയായിരിക്കും? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഉയരം എത്രയായി? 2 ആയി അല്ലേ. അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരുന്നത്? 30 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 30 ഘന സെൻറ്റിമീറ്റർ ആണ് ആ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാം. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. ഓക്കെ, ഇവിടെ നോക്കിയേ, നമുക്കൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് തന്നിട്ടുണ്ടല്ലേ. ഇവിടെ എങ്ങനെ നമുക്ക് വോളിയം കണ്ടുപിടിക്കുക? ലെങ്ത് ഇവിടെ എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ എന്താണ് നമ്മുടെ ഹൈറ്റ് അല്ലേ, നമ്മൾ പുതിയതായിട്ട് പഠിച്ചത്. ഉയരം എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് ഉയരം. എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എത്ര കിട്ടും? 7 ഇൻറ്റു 4 ഇൻറ്റു 2. എത്രയാണ് ആൻസർ? 56 സെൻറ്റിമീറ്റർ ക്യൂബ്. എത്രയാണ്? 56 ഘന സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ എന്തെന്ന് പറയുന്നത്? വ്യാപ്തം എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ. എളുപ്പമല്ലേ? നോക്കിയേ, അടുത്തത് നമുക്കൊരു റെക്റ്റാങ്കുലർ, ഒരു ചതുരക്കട്ട ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് വോളിയം കാണുന്നത്? ലെങ്ത് എഴുതാം. ലെങ്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇവിടെ എങ്ങനെയാണ് വോളിയം കാണുന്നത്? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എത്രയാണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 5. എത്രയാണ് ആൻസർ വരുന്നത്? 100 സെൻറ്റിമീറ്റർ ക്യൂബ്. എത്രയാണ്? 100 ഘന സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ക്യൂബിൻ്റെ, അതായത് ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. ഒരു വേർഡ് പ്രോബ്ലം നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് ആർ 21 സെൻറ്റിമീറ്റേഴ്സ്, 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 7 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അവിടെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത്ത് എത്രയാണ്? 21 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ. വോളിയം എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. എങ്ങനെ കണ്ടുപിടിക്കാം? 21 ഇൻറ്റു 15 ഇൻറ്റു 7. എത്രയാണ് ആൻസർ കിട്ടുന്നത്? എത്രയാണ് ആൻസർ കിട്ടുന്നത്? കിട്ടിയോ? ആൻസർ കിട്ടിയോ? 2205 കിട്ടിയോ ആൻസർ? എത്രയാണ്? 2205 ഘന സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ വരുന്ന വേറൊരു ചോദ്യം ചെയ്യാൻ റെഡി അല്ലേ എല്ലാവരും? ചെയ്യാം. ഓക്കെ, എ റെക്റ്റാങ്കുലർ ക്യൂബ് ഓഫ് അയൺ ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു
ക്യൂബാണ്. എന്താണ്? ഒരു റെഗുലർ ക്യൂബാണ്. അതായത് എല്ലാ സൈഡും എന്താണ്? സെയിം ആണ്. ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്? സെയിം ആണ്. അപ്പോൾ ലെങ്ത്ത് എത്രയാണ്? 8, ബ്രെഡ്ത്ത് എത്രയാണ്? 8, ഹൈറ്റും എത്രയാണ്? 8. എന്തുകൊണ്ടാണത് സെയിം ആയിട്ട് വന്നത്? റെഗുലർ ക്യൂബാണ് അല്ലേ? ക്യൂബിൻ്റെ കേസിൽ എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണ്. എത്രയാണ് വോളിയം വരുന്നത്? നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വോളിയം കണ്ടുപിടിക്കാൻ എന്ത് വരും? 8 × 8 × 8 ചെയ്യാം അല്ലേ? 8 × 8 × 8 ചെയ്തു, വോളിയം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 1 cubic centimeter ഓഫ് അയൺ വെയ്റ്റ്സ് 8 gram. അതായത് 1 ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ അയണിൻ്റെ വെയിറ്റ് എത്ര തന്നിരിക്കുന്നത്? 8 grams എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ലാർജ് ക്യൂബ്? ആ വലിയ ക്യൂബിൻ്റെ വെയിറ്റ് എത്രയാണ്? ടോട്ടൽ വെയിറ്റ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ വോളിയം കിട്ടിയില്ലേ? 8 × 8 × 8 ഇൻറ്റു എത്ര വന്നിരിക്കുന്നത്? ഒരു ക്യൂബിൻ്റെ എത്ര വന്നിരിക്കുന്നത്? ഒരു ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സിൻ്റെ എത്ര വന്നിരിക്കുന്നത്? 8 gram ആണല്ലേ? അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്? 4096 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ടോട്ടൽ വെയിറ്റ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അതിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഒരു റെഗുലർ ക്യൂബാണ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, 8 സെൻറ്റിമീറ്റർ ഒരെണ്ണത്തിൻ്റെ മാത്രം അളവല്ല, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ക്യൂബിൻ്റെ കേസിൽ എന്താണ്? സെയിം ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വോളിയം കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് 8 grams ആണ് തന്നിട്ടുണ്ട്. ആ 8 വെച്ച് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എങ്ങനെ കണ്ടെത്തുന്നത് എന്ന് പഠിച്ചല്ലേ. ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ. എ വുഡൻ ബ്ലോക്ക് ഓഫ് ലെങ്ത് 8 centimeters ആൻഡ് ബ്രെഡ്ത്ത് 4 centimeters ഹാസ് വോളിയം 180 cubic centimeter. അവിടെ നമുക്ക് എന്ത് തന്നിരിക്കുക? വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എത്രയാണ് അവിടെ തന്നിരിക്കുന്നത്? ലെങ്ത്ത് എത്രയാണ്? 8 centimeter ആണല്ലേ. ബ്രെഡ്ത്ത് എത്രയാണ്? 4 centimeter ആണ്. ഇവിടെ എന്താണ്? വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം എത്രയാണ്? 180 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ സാധാരണ വോളിയത്തിൻ്റെ ഇക്വേഷൻ പഠിച്ച പോലെ എഴുതാം. L × B × H എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. ഇവിടെ L എത്രയാണ്? 8 × 4 × ഹൈറ്റ് നമുക്ക് അറിയോ? ഇല്ല. ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഹൈറ്റിൻ്റെ അവിടെ എന്ത് ചെയ്താൽ മതി? H എന്ന് തന്നെ ഇട്ടാൽ മതി. എത്രയാണ്? 180. ഇനി എങ്ങനെ H കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? Hനെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ തന്നെ ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ 8നെയും 4നെയും എന്ത് ചെയ്യുക? തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് സംഭവിക്കും? 180. ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആവും. 8 × 4 എത്രയാണ് ആൻസർ വരുന്നത്? എത്രയാണ്? 5.6. എത്രയാണ് ഹൈറ്റ് വരുന്നത്? ഒരു 5.6 കിട്ടിയോ? അപ്പോൾ ഇതിലെങ്ങനെയാണ്? നമുക്ക് വോളിയം തന്നിട്ടുണ്ട്. നമുക്ക് വോളിയം അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ വോളിയം, വ്യാപ്തം നമുക്ക് തന്നിട്ട് ചിലപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയും, ചിലപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് ലെങ്ത് ആയിരിക്കും, ചിലപ്പോൾ ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ കിട്ടണം. ഇനി അതുപോലെ ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ. നമുക്കിവിടെ തന്നിരിക്കുന്ന ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, വോളിയം ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ലേ. ഇതിൽ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. നമുക്ക് ഫില്ല് ചെയ്താലോ? ഓക്കെ. എങ്ങനെ ഫില്ല് ചെയ്യാം? ആദ്യത്തിൽ നോക്കിയാൽ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അവിടെ എത്രയാണ് വരുന്നത്? എന്ത് ചെയ്താൽ മതി വോളിയം കണ്ടുപിടിക്കാൻ? എന്ത് ചെയ്താൽ മതി? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എത്രയാണ് ആൻസർ വരുന്നത്? 168 ക്യൂബിക് സെൻറ്റിമീറ്റർ വരും അല്ലേ. ആദ്യത്തെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ എത്ര വരും? അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. വോളിയം എത്രയാണ് വരുന്നത്? 120 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഹൈറ്റ് തന്നിട്ടില്ല. അപ്പം നമുക്ക് എന്ത് വേറെ തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുക? ഈ വോളിയം ഡിവൈഡഡ് ബൈ 6 × 4 എത്ര കിട്ടും ആൻസർ? 2 centimeter കിട്ടിയോ? അതായത് നമ്മളവിടെ എന്താ ചെയ്തത്? നമുക്ക് ലെങ്ത്ത് 6 തന്നു, ബ്രെഡ്ത്ത് 4 തന്നു, വോളിയം എത്ര തന്നു? 48 തന്നു. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 2 centimeter ആണ് അവിടെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ കോളംസ് എല്ലാം ഫില്ല് ചെയ്തുകൂടെ? എളുപ്പമല്ലേ? ഓക്കെ.
അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ അറിയാം. ഇനിയിപ്പോൾ വോളിയം തന്നിട്ട് ഹൈറ്റ്, ബ്രെഡ്ത്ത്, ലെങ്ത് ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ഷേപ്പിൻ്റെ ചോദ്യം നോക്കിയാലോ. It is made by stacking square blocks. The bottom block is of side 9 centimeters. As we move up, the side decreases by 2 centimeters at each step. All blocks are of height 1 centimeter. What is the volume of this tower? അതായത് നമ്മുടെ ടവർ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് എന്താണ്? സ്ക്വയർ ബ്ലോക്ക് ആണല്ലേ. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എത്രയാണ്? ബോട്ടത്തിൽ എത്രയാണ്? ഏറ്റവും താഴെ തന്നിരിക്കുന്ന ലെങ്ത് എത്രയാണ്? 9 ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്? അതൊരു സ്ക്വയർ ബ്ലോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അളവ് എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്ക് 9 ആണ് തന്നിരിക്കുന്നത്. 9 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ്? 9 ആണ് വരുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ് വി മൂവ് അപ്പ്, മുകളിലേക്ക് പോകും തോറും എത്ര സെൻറ്റിമീറ്റർ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ വെച്ച് കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത്? ഹൈറ്റ് എത്രയാണ്? 1. അതായത് എല്ലാത്തിലും ഹൈറ്റ് എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. എന്തിന് മാത്രമേ ചേഞ്ച് വരുള്ളൂ? ആ ഒരു ലെങ്ത്തിന് മാത്രമാണ് ചേഞ്ച് വരുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ആ ഒരു ബോട്ടത്തിലുള്ള ആ ഒരു സൈഡ്, അതായത് സൈഡ്സ് സെയിം ആയിട്ടുള്ളൊരു ക്യൂബിൻ്റെ, അതായത് നമുക്ക് ആ ഒരു സ്ക്വയർ ബ്ലോക്കിൻ്റെ കണ്ടുപിടിക്കാം. ബോട്ടം സൈഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ബോട്ടം സൈഡിൽ വന്നിരിക്കുന്നത്? 9 × 9 × 1 അല്ലേ. 9 × 9 × 1 എത്ര വരാം? 81 ആണ് എത്ര വരുന്നത്? ഈ ഒരു താഴത്തെ മാത്രം വോളിയം എത്ര? 81. ഇനി മുകളിലത്തെ സ്റ്റെപ്പ്, അതായത് താഴത്തെ കാണുന്നതിൻ്റെ തൊട്ട് മുകളിലത്തെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്രയാ? എന്താണ് അവിടെ ഒരു പ്രത്യേകത വന്നിരിക്കുന്നത്? ടോപ്പിലേക്ക് കയറും തോറും എന്ത് സംഭവിക്കുന്നു? 2 സെൻറ്റിമീറ്റർ വെച്ച് കുറഞ്ഞു പോകുന്നു പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 9 സെൻറ്റിമീറ്ററിന് എത്ര കുറയ്ക്കണം നമ്മൾ? 2 സെൻറ്റിമീറ്റർ കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 7 വരും അല്ലേ. അപ്പോൾ 7 × 7 × 1 വരും. എത്രയാണ്? 49 ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിലെ വോളിയം എന്ന് പറയുന്നത്. ഇതേപോലെ മുകളിലേക്കുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഏറ്റവും അവസാനം ഇതെല്ലാം കൂട്ടിയാൽ പോരെ? ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് ഈ മൊത്തം ടവറിൻ്റെ വോളിയം കിട്ടില്ലേ. അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്റ്റെപ്പും കൂടെ കയറി. അപ്പോൾ എന്ത് സംഭവിക്കും? 2 സെൻറ്റിമീറ്റർ വീണ്ടും കുറയണം. അപ്പോൾ 2 സെൻറ്റിമീറ്റർ കുറയുമ്പോൾ എത്രയാവും? 5 × 5 × ഹൈറ്റ് എത്രയാണ്? 1. എത്ര വരും? 25 വരും അല്ലേ. നാലാമത്തെ സ്റ്റെപ്പിൻ്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എത്രയാണ്? 2 സെൻറ്റിമീറ്റർ കുറയ്ക്കണം അല്ലേ. അപ്പോൾ എത്ര വരും? 3 × 3 × ഹൈറ്റ് 1 ആണ്. എത്ര വരും? 9 വരും. ഏറ്റവും ഫസ്റ്റത്തെ, ഏറ്റവും ലാസ്റ്റത്തെ അഞ്ചാമത്തെ സ്റ്റെപ്പിൻ്റെ എത്ര വരും? അതായത് 3യിൽ നിന്നും വീണ്ടും 2 വെച്ച് കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 1 × 1 × 1 എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഓരോ സ്റ്റെപ്പിൻ്റെയും ടോട്ടൽ വോളിയം എന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം? മൊത്തം ആ ടവറിൻ്റെ വോളിയം, ടോട്ടൽ വോളിയം ഓഫ് ദിസ് ടവർ എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ആഡ് ചെയ്താൽ പോരെ. 81 + 49 + 25 + 9 + 1 എത്ര കിട്ടും ആൻസർ? എത്രയാണ് അവിടുത്തെ വോളിയം? 165 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ. 165 ഘന സെൻറ്റിമീറ്റർ അല്ലേ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ ചെയ്യുന്നത് അല്ലേ. കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ. നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? താഴെ ബോട്ടം സൈഡിൽ എന്താണ്? ഒരു സ്ക്വയർ ആണ് അല്ലേ. നമ്മുടെ സ്ക്വയർ ബ്ലോക്കാണ്. പിന്നെ എന്താണ്? മുകളിലേക്ക് പോകുന്നവർ എന്ത് സംഭവിക്കുന്നുണ്ട്? 2 സെൻറ്റിമീറ്റർ വെച്ച് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോ സ്റ്റെപ്പിലെയും വോളിയം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? ഏറ്റവും അവസാനം ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുക. അതെല്ലാം കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഈ എന്നൊരു ഷേപ്പിലൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് വന്നിട്ടുണ്ടല്ലേ. ഇതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഈ ഒരു ബ്ലോക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? കുറേ റെക്റ്റാങ്കുലർ ബ്ലോക്ക് കൂട്ടിച്ചേർത്തിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്നിങ്ങനെ കട്ട് ചെയ്യാലോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതൊരു പോർഷൻ, ഇതൊരു പോർഷൻ, അതേപോലെ ഇത് വേറൊരു പോർഷൻ, ഇത് വേറൊരു പോർഷൻ, അങ്ങനെ 4 പീസുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് അവിടെ എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ഒരു ഈ ഷേപ്പിലുള്ള ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ആദ്യത്തെ പാർട്ടിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് എത്രയാണ് ആദ്യത്തെ പാർട്ടിൻ്റെ? 20 തന്നിട്ടുണ്ടല്ലേ. നമുക്ക് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ടോ? ബ്രെഡ്ത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഒരു 12 തന്നിട്ടുണ്ട് അല്ലേ. ഇവിടം വരെ എത്രയാണ്? ഒരു 8 സെൻറ്റിമീറ്റർ തന്നിട്ടില്ലേ. അപ്പോൾ ബാക്കിയുള്ള ഈ അളവ് എത്രയായിരിക്കും?
4 അല്ലേ? അല്ലേ? 12 - 8 ചെയ്യുമ്പോൾ എത്രയായിരിക്കും ആ അളവ് വരുന്നത്? 4 അല്ലേ? അപ്പോൾ അവിടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഇവിടെ നോക്കിയേ, ഹൈറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 2. അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ആ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 20 × 4 × 2 ചെയ്താൽ മതി. എത്ര കിട്ടും നമുക്കവിടെ? ആദ്യത്തെ ആ ഒരു പോർഷൻ്റെ, ആ ഒരു ചെറിയ കട്ട് ചെയ്ത പോർഷൻ്റെ എത്രയാണ്? 160 cm³ ആണ് ആദ്യത്തേൻ്റെ വോളിയം വരുന്നത്. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോളിയം കിട്ടും. ഇനി രണ്ടാമത്തെ പോർഷൻ്റെ നോക്കിയാലോ? രണ്ടാമത്തേൽ നോക്കിയേ, ലെങ്ത് എത്രയാണ്? 8 ആണ് തന്നിരിക്കുന്നത്. ബ്രെഡ്ത്ത് എത്രയാണ്? 4 ആണ് അല്ലേ? ബ്രെഡ്ത്ത് എത്രയാണ്? ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. അതേ സെയിം തന്നെയാണ് 4. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എല്ലാത്തിലും സെയിം ആണ്. ഹൈറ്റ് എത്രയാണ്? 2 ആണ് വന്നിരിക്കുന്നത്. എത്രയാണ് ആൻസർ വരാം? 64 cm³ ആണ് വരുന്നത്. മൂന്നാമത്തേലോ? മൂന്നാമത്തേത് ഒരു ചെറിയ പോർഷനാണ് അല്ലേ? ആദ്യത്തെ പോർഷനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. അവിടെ ലെങ്ത് എത്രയാണ്? 4. ബ്രെഡ്ത്ത് എത്രയാണ്? 4. ഹൈറ്റ് എത്രയാണ്? 2. എത്ര വരും? 32 cm³. നാലാമത്തേലോ? നാലാമത്തേൽ ഇത് സെയിം അല്ലേ? നമ്മുടെ ഈ രണ്ടാമത്തേൽ വന്ന സെയിം തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്ന പോർഷൻ. അപ്പോൾ എത്രയാ? 8 × 4 × 2 എത്രയാണ്? 64 cm³. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എന്ത് ചെയ്തു? അതിനെ ചെറിയ ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെ നമുക്കൊരു 4 പീസ് കിട്ടി. ഈ 4 പീസിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ വോളിയം കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. 160 + 64 + 32 + 64 എത്ര കിട്ടും നമുക്ക് ആൻസർ? ആൻസർ എത്രയാണ് നമ്മുടെ? 320 cm³ ആണ് നമ്മുടെ ആൻസർ. 320 ഘന സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഈ ഷേപ്പിൻ്റെ വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് നോക്കിയേ, ഒരു H ഷേപ്പും ഒരു T ഷേപ്പും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യാലോ? എങ്ങനെ ചെയ്യാം? ആദ്യത്തെ ഷേപ്പ് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലേ? അതായത് ഇതൊരു പോർഷൻ, ഇത് രണ്ടാമത്തെ പോർഷൻ, മൂന്നാമത്തെ പോർഷൻ. അപ്പോൾ 3 പാർട്ടിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വോളിയം കണ്ടുപിടിച്ചിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. അതേപോലെ ഈ T ഷേപ്പിൻ്റെ എങ്ങനെ കട്ട് ചെയ്യാം? നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എന്ത് വരും? 2 പീസായിട്ട് വരും. അതായത് 2 റെക്റ്റാങ്കിൾ ബ്ലോക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് എന്തുണ്ടായിരിക്കണേ? അവിടെ ആ T ഷേപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ഓരോ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെയും കണ്ടുപിടിച്ച് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 Hൻ്റെയും Tൻ്റെയും വോളിയം എത്ര വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെയാണ് ഈ ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വോളിയം കണക്കാക്കുന്നതെന്ന്? അപ്പോൾ നമ്മൾ വോളിയത്തിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ പാഠത്തിൽ മൊത്തം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ പാഠം ഒരു പകുതി വരെ നമ്മൾ പഠിച്ചു നല്ലോണം. വോളിയം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം അത്യാവശ്യം നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആയോ? ഇതുവരെ എന്താ പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഒക്കെ വോളിയം കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലാർജ് മെഷേഴ്സാണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തത് എങ്ങനെയാണ്? സെൻറ്റിമീറ്റർ ക്യൂബിക് സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ വോളിയം പറഞ്ഞത്. ഇനി നമ്മൾ മീറ്റർ കണക്കിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 മീറ്റർ? സൈഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 1 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1 × 1 × 1, അതായത് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും വോളിയം വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബിക് സെൻറ്റിമീറ്റർ ആണോ വരുന്നത്? അവിടെ മീറ്റർ ആണ് വരുന്നത്. കാരണം എന്താണ്? നമ്മുടെ സൈഡ് തന്നിരിക്കുന്നത് എന്താ? 1 മീറ്റർ, ലാർജ് മെഷർ ആണല്ലേ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വോളിയം എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ വോളിയം, ഈ ഒരു ക്യൂബിൻ്റെ വോളിയം എന്താണ് വരുന്നത്? 1 ക്യൂബിക് മീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? എങ്ങനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം? അതായത് വോളിയത്തിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 1 ക്യൂബിക് മീറ്റർ എന്നുള്ളത് എന്താവും? എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും? എത്ര സീറോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം? 6 സീറോസും കൂടി ആഡ് ചെയ്യണം. കാരണം എന്താണ്? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതുപോലെ എത്ര എണ്ണം വന്നിട്ടുണ്ട്? 3 1 വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 100ൻ്റെ എന്ത് സീറോസ്? 6 സീറോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് വോളിയം, ഇതൊരു ലാർജ് മെഷർ ആയിരുന്നല്ലേ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വോളിയം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ക്യൂബിക് മീറ്റർ എന്നാണ് എഴുതുന്നത്. ഇനി ഇത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കിയാലോ? ഇവിടെ നോക്കിയേ, ഒരു ട്രക്ക്, അതായത് എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ്. ഒരു ട്രക്ക് നിറച്ച് മണലാണ്. എങ്ങനെയാണ്? 4 മീറ്റർ ലോങ് ആണ്, 2 മീറ്റർ വൈഡ് ആൻഡ് 1 മീറ്റർ ഹൈ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ആദ്യം എഴുതാം. 4 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് എത്രയാണ്? 2 മീറ്റർ ആണ്, ഹൈറ്റ് എത്രയാണ്? 1 മീറ്റർ ആണ്. എല്ലാം മീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഇനി നമുക്ക് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് സാൻഡ് ഈസ് 1000 rupees. ഒരു ക്യൂബിക് മീറ്ററിലുള്ള സാൻഡിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 1000 rupees ആണ്. 1000 രൂപയാണ് ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററുള്ള മണലിൻ്റെ വില എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ട്രക്ക് ലോഡ്? ആ മൊത്തം ട്രക്ക് ലോഡിൻ്റെ പ്രൈസ് എത്രയാണ്? ടോട്ടൽ പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാമല്ലോ. വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? 4 × 2 × 1 എത്രയാണ് ആൻസർ? 8 ക്യൂബിക് മീറ്റർ ആണ് എന്ത് വോളിയം വരുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൊത്തം, അതായത് പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് സാൻഡ് എത്രയാണ് വരുന്നത്? ഒരു ക്യൂബിക് മീറ്ററിൻ്റെ സാൻഡിന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 1000 rupees ആണ്. നമുക്കിവിടെ എത്ര ക്യൂബിക് മീറ്റേഴ്സ് ഉണ്ട്? 8 ക്യൂബിക് മീറ്റേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രൈസ് ഓഫ് 8 ക്യൂബിക് മീറ്റർ ഓഫ് സാൻഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? ആ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഇൻറ്റു ടോട്ടൽ എത്രയാണ്? 8 ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 8000 rupees ആണ് എന്ത് വരുന്നത്? ടോട്ടൽ ആ ട്രക്കിലുള്ള സാൻഡിൻ്റെ ഉള്ള വില എത്ര വരാം? 8000 rupees ആണ് വരുന്നത്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ പീസ് ഓഫ് വുഡ് which is 4 meter long, 1/2 meter wide and 25 centimeter height. അപ്പോൾ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഒന്ന് ആദ്യം എഴുതാം അല്ലേ? ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 4 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. ബ്രെഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 1/2 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 25 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇനി എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ് ഈസ് 60,000 rupees. ഒരു ക്യൂബിക് മീറ്ററിൻ്റെ വുഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 60,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് പീസ് വുഡ്? അങ്ങനെയാണെങ്കിൽ ആ പീസ് വുഡിൻ്റെ മൊത്തം പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കണം. എങ്ങനെ കാണാം? ഇവിടെ നമുക്ക് ക്യൂബിക് മീറ്ററിലാണ് നമുക്ക് ആ ഒരു പ്രൈസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഹൈറ്റ് സെൻറ്റിമീറ്ററിലാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണം. എങ്ങനെയാണ് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുക? എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, എന്തറിയാം നമുക്ക്? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിരിക്കും? 1/4 അല്ലേ? അതായത് 100ൻ്റെ 1/4 എന്ന് പറയുന്നതല്ലേ 25. അപ്പോൾ ഇവിടെ എത്രയാണ് ഹൈറ്റ് വന്നിരിക്കുന്നത്? 1/4 മീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാമല്ലോ. വോളിയം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, L ഇൻറ്റു B ഇൻറ്റു H ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? 4 × 1/2 × 1/4. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് വല്ലതൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ടോ? ഇല്ലേ? നമുക്കിവിടെ ന്യൂമറേറ്ററിൽ ഒരു 4 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 4 ഉണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അപ്പോൾ എത്രയാണ് നമ്മുടെ വോളിയം വന്നിരിക്കുന്നത്? 1/2 എന്താണ് വരുന്നത്? ക്യൂബിക് സെൻറ്റിമീറ്റർ ആണോ ക്യൂബിക് മീറ്റർ ആണോ? ഇവിടെ നമ്മുടെ അളവുകളെല്ലാം എങ്ങനെയാണ്? മീറ്ററിലാണ്. അപ്പോൾ എന്താണ് വരുന്നത്? ക്യൂബിക് മീറ്റർ ആണ് നമ്മുടെ വോളിയം വരുന്നത്. ഇനി പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 60,000 rupees ആണ്. അതേപോലെ ഇപ്പോൾ നമുക്ക് എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്? 1/2 ക്യൂബിക് മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ പ്രൈസ് ഓഫ് 1/2 ക്യൂബിക് മീറ്റർ. എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 × 60,000. എന്ത് ചെയ്താൽ മതി? കട്ട് ചെയ്ത് കളയാലോ. 2ഉം 6ഉം കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? ഇവിടെ 3 വരില്ലേ? എത്രയാണ് നമ്മുടെ പ്രൈസ്? 30,000 rupees ആണ് ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? നമ്മൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് തിങ്ക് ചെയ്യാനുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന മീറ്ററിലാണോ? എല്ലാ അളവും മീറ്ററിലായാലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? വോളിയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, എല്ലാ അളവും എന്തായിരിക്കണം? സെൻറ്റിമീറ്ററിലായിരിക്കണം. ഇനിയിപ്പോൾ സെൻറ്റിമീറ്ററിലല്ല, നമുക്ക് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാനും നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായോ? അപ്പോൾ വലിയ വലിയ മെഷേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ക്യൂബിക് മീറ്റർ എന്നുള്ള അളവെടുക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നമ്മൾ വോളിയം കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ? അപ്പോൾ വോളിയം പോലെ തന്നെ വരുന്ന വേറൊരു മെഷറാണ് എന്ത്? കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഒരു ചെറിയ ചതുരക്കട്ട തന്നിട്ടില്ലേ നമുക്ക്? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് വെള്ളം നിറയ്ക്കണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് അതിൻ്റെ ഉള്ളിലെ ലെങ്ത്ത് മാത്രം കിട്ടിയാൽ മതി ആ വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ. പോരെ? അതായത് നമ്മൾ ഇതുവരെ ചെയ്ത് എങ്ങനെയായിരുന്നു? ടോട്ടൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരുന്നു എന്ത് കണ്ടുപിടിച്ചത്? വോളിയം കണ്ടുപിടിച്ചത്. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് മതി? നമുക്ക് ഇന്നർ ലെങ്ത്ത്, ഉള്ളിലുള്ള അളവുകൾ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയാലോ? ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നമുക്ക് ചോദ്യം നോക്കാം. ദ ഇന്നർ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ 40 centimeters, 20 centimeters and 10 centimeters.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? ഇന്നർ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നറിലുള്ള വോളിയമാണ് നമ്മളിപ്പോൾ കപ്പാസിറ്റി വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരാം? 40 × 20 × 10 എത്രയാണ് ആൻസർ വരുന്നത്? 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും എത്ര വരുന്നത്? ആ ഇന്നർ അളവ് വരുന്നത്, ഇന്നർ വോളിയം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും എന്തുണ്ട്? വാട്ടർ ടാങ്ക് ഉണ്ടല്ലേ? ആ വാട്ടർ ടാങ്കിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇതേപോലെ ആ ടാങ്കിൻ്റെ ഇന്നർ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്ന നമുക്ക് കുറച്ച് ലിക്വിഡ് മെഷേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിയേ, 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? 1 ലിറ്റർ എന്ന് പറയുന്നത്. 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മില്ലി ലിറ്റർ എന്നുള്ളത്. ഈ ലിക്വിഡ് മെഷറൊക്കെ നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇനി തുടർന്ന് ചെയ്യേണ്ട ചോദ്യങ്ങളിലൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് ക്യൂബിക് സെൻറ്റിമീറ്ററിലായിരിക്കും തന്നിരിക്കുന്നത്, അതിന് ചിലപ്പോൾ ലിറ്റർ ആക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 ലിക്വിഡ് മെഷേഴ്സും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലോ? കപ്പാസിറ്റി റിലേറ്റ് ആയി വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, എ റെക്ടാങ്കുലർ ടാങ്ക് ഓഫ് ലെങ്ത് 4 meter and height 2.5 meters can contain 15,000 liters of water. അപ്പോൾ അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് എത്രയാണ്? 4 meter തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 2.5 meter തന്നിട്ടുണ്ട്. അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന വാട്ടറിൻ്റെ അളവ് ലിറ്റർ അളവിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് എമൗണ്ട് ഓഫ് വാട്ടർ? എത്രയാണ്? 50,000 ലിറ്റേഴ്സ് ആണ് അതിൽ ഉൾക്കൊള്ളുന്ന വാട്ടർ. നമുക്ക് ലെങ്ത്തും ഹൈറ്റും ഒക്കെ ഏത് അളവിലാണ് തന്നിരിക്കുന്നത്? മീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ ടാങ്ക്? ആ ടാങ്കിൻ്റെ ബ്രെഡ്ത്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ബ്രെഡ്ത്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ലെങ്ത് ഹൈറ്റ് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 50,000 ലിറ്ററിന് നമുക്ക് എന്താക്കണം? ക്യൂബിക് മീറ്ററിലേക്ക് ആക്കണ്ടേ? നമുക്കിവിടെ മീറ്ററിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ മീറ്ററിലേക്ക് ആക്കാം? ഈ 50,000 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര ക്യൂബിക് ആയിരുന്നു? 1000 ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 ക്യൂബിക് മീറ്റർ ആണ് എത്ര വരുന്നത്? ആ വാട്ടറിൻ്റെ അളവ് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം അല്ലേ? ബ്രെഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ എഴുതാം. L × B × H. നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000 ലിറ്റേഴ്സ് ആയിരുന്നു. നമ്മളതിനെ 50 ക്യൂബിക് മീറ്റർ ആക്കി എഴുതി. അപ്പോൾ എന്ത് എഴുതാം? 50 ക്യൂബിക് മീറ്റർ ആണ്. ഓക്കെ, ഇനി ഇവിടെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത്തിൻ്റെ അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെങ്ത്ത് 4 ആണ്. ബ്രെഡ്ത്ത് നമുക്ക് അറിയില്ല, അപ്പോൾ നമുക്ക് ബി തന്നെ എഴുതാം. ഹൈറ്റ് നമുക്കറിയാം. എത്രയാണ്? 2.5. എത്രയാണ്? 50. ഇതിലെന്ത് ചെയ്യാം? ബ്രെഡ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് 4 × ഒരു 2.5 ഉണ്ടല്ലേ? ഇതിൻ്റെ ആൻസർ എത്ര വരാം? 4 × ഇതിൻ്റെ ആൻസർ എന്താ വരാം? 5/2 ആണല്ലേ വരാം. ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്ത് എന്താക്കാം? 2 ആക്കാം അല്ലേ? അപ്പോൾ 2 × 5 എത്ര വരാം? 10 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് ആൻസർ വരുന്നത്? 10 × B എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഇനി എന്ത് ചെയ്യാം? ബി കണ്ടുപിടിക്കാൻ. B = എന്ത് വരും? 50/10. അതായത് എത്ര വരാം? 1.5 മീറ്റർ ആണ് എന്ത് വരുന്നത്? നമ്മുടെ ബ്രെഡ്ത്ത് വരുന്നത് എത്രയാണ്? 1.5 മീറ്റർ ആണ് ഈ ഒരു റെക്ടാങ്കുലർ ടാങ്കിൻ്റെ ബ്രെഡ്ത്ത് വരുന്നത്. ക്ലിയർ ആയോ എങ്ങനെ ചെയ്തതെന്ന്? നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, ദ ഇന്നർ സൈഡ്സ് ഓഫ് എ ക്യൂബോയിഡൽ ബോക്സ് ആർ ഓഫ് ലെങ്ത് 4 cm. ഒരു ക്യൂബോയിഡൽ ബോക്സ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂബിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും സെയിം ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. എങ്ങനെയാണ്? വോളിയം ഓഫ് എ ക്യൂബ് എന്ന് നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ എഴുതാം. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എന്നല്ലാതെ എങ്ങനെ എഴുതാം? എ ക്യൂബ്. അതായത് ഒരു സൈഡ് എ ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ സൈഡ് ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിൻ്റെ സൈഡ് നമ്മൾ എന്തെടുക്കുകയാണ്? എ എടുക്കുകയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്താണ്? എ ആണ്. അതായത് A × A × A ആണ് വരിക. അതായത് എങ്ങനെ എഴുതാം? നമുക്ക് എ ക്യൂബ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ലെങ്ത്ത് എത്രയാണ്? ക്യൂബിൻ്റെ ലെങ്ത് ഓഫ് ക്യൂബ് എത്രയാണ് തന്നിരിക്കുന്നത്? 4 cm ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് എല്ലാം സെയിം അല്ല. അപ്പോൾ എന്ത് വരും? 4 × 4 × 4. എത്രയാണ് ആൻസർ വരുന്നത്? 64 അല്ലേ? കപ്പാസിറ്റി എത്രയാണ്? 64
ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. ഇനി നോക്കിക്കേ, ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ്സ് 2 സെൻറ്റിമീറ്റർ ക്യാൻ ബി സ്റ്റാക്ഡ് ഇൻ ഇറ്റ്. അതായത് നമ്മുടെ ഈ ക്യൂബോയിഡൽ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, 2 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ചെറിയ ചെറിയ ക്യൂബുകൾ നമുക്ക് ഇങ്ങനെ അടക്കി അടക്കി വെക്കണം. അങ്ങനെയുള്ള എത്ര ക്യൂബുകൾ നമുക്ക് ആ പെട്ടിക്കുള്ളിൽ ഇങ്ങനെ വെക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ക്യൂബിൻ്റെ ലെങ്ത് എത്രയാ, ലെങ്ത് ഓഫ് ന്യൂ ക്യൂബ്. അതിൽ നമുക്ക്, അതായത് ആ വലിയൊരു ക്യൂബോയിഡൽ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ ക്യൂബിൻ്റെ കട്ടകൾ വെക്കണം. ആ കട്ടയുടെ സൈഡ് എത്രയാണ് തന്നിരിക്കുന്നത്, നമുക്ക് 2 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണ്ടേ. അതിൻ്റെ കപ്പാസിറ്റി എന്ത് വരും, 2 × 2 × 2 എത്ര വരും, 8 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലേ. ഇനി അതിൽ എത്ര എണ്ണം കൊള്ളും, എത്ര ക്യൂബുകൾ നമുക്ക് ആ വലിയ ക്യൂബിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വെക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ക്യൂബ് സ്റ്റാക്ഡ് ഇൻസൈഡ് ഇറ്റ്. എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ എത്രയുണ്ട്, ആ ഒരു വലിയ ക്യൂബ് ബോക്സിൻ്റെ എത്രയുണ്ട്, 64 ആണ് മൊത്തം കപ്പാസിറ്റി. ചെറിയ ചെറിയ കട്ടയുടെ കപ്പാസിറ്റി എത്രയാണ്, 8 ആണ്. അപ്പോൾ നമുക്ക് എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 64/8 എത്ര കിട്ടും, 8 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര അങ്ങനെയുള്ള ചെറിയ ചെറിയ കട്ടകൾ വയ്ക്കാം, 8 ചെറിയ ചെറിയ ക്യൂബിൻ്റെ കട്ടകൾ നമുക്ക് ആ വലിയ ക്യൂബിൻ്റെ കട്ടയിൽ വെക്കാം. ക്ലിയർ ആയോ. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഓക്കെ, ഇനി കപ്പാസിറ്റി വെച്ച് ചെയ്യുന്ന വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കിയേ, എ റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഹാസ് ലെങ്ത് 20 സെൻറ്റിമീറ്റേഴ്സ്, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റേഴ്സ്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ക്യൂബ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദിസ് ക്യൂബ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ എത്രയാ, ലെങ്ത് എത്രയാണ്, ആ റെക്ടാങ്കുലർ ബ്ലോക്കാണ് തന്നിരിക്കുന്നത് 20 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എത്രയാണ് 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് എത്രയാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന അളവുകളൊക്കെ നമ്മൾ ആദ്യം എഴുതി. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, അവർ ഈ റെക്ടാങ്കുലർ ബ്ലോക്ക് ഉരുക്കിയിട്ട് എന്ത് ചെയ്യാണ്, ക്യൂബ് ഉണ്ടാക്കുകയാണ്. ക്യൂബിൻ്റെ പ്രത്യേകത എന്താ, എല്ലാ സൈഡും, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ റെക്ടാങ്കുലർ ബ്ലോക്ക് ഉരുക്കിയിട്ട് അവർ എന്ത് ചെയ്യാണ്, ക്യൂബ് ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ റെക്ടാങ്കുലർ ബ്ലോക്കാണ് നമ്മൾ ഉരുക്കി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം, ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ കപ്പാസിറ്റി ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക, 20 × 10 × 5 എത്രയാണ് ആൻസർ വരുന്നത്, 1000 അല്ലേ. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. നമ്മുടെ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഈ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉരുക്കിയിട്ട് ക്യൂബ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഒരു സൈഡ് എത്ര വരാം, അതായത് ക്യൂബിൻ്റെ കേസിൽ എങ്ങനെയാണ് വരാം, കപ്പാസിറ്റി ഓഫ് എ ക്യൂബ്. എങ്ങനെയാണ് കപ്പാസിറ്റി വരുന്നത്, ഒരു സൈഡ് എ എന്ന് എടുക്കുകയാണെങ്കിൽ A × A × A, എല്ലാ സൈഡും സെയിം അല്ല, അതാണ് A × A × A വന്നത്. അതാണ് എത്ര വന്നിരിക്കുന്നത്, 1000 വന്നിരിക്കുന്നത്. എല്ലാ സൈഡും സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ 3 നമ്പേഴ്സ് സെയിം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 വരുന്നത് ഏതാ, 10 അല്ലേ. 10 × 10 × 10 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ വരിക, 1000 അല്ലേ വരുന്നത്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ 1 സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ, എത്രയാണ്, 10 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ. നോക്കിക്കേ, ഫ്രം ദ 4 കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ പീസ് ഓഫ് പേപ്പർ ഓഫ് സൈഡ് 12 സെൻറ്റിമീറ്റർ, സ്മോൾ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റേഴ്സ് ആർ കട്ട് ഓഫ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. ഈ സ്ക്വയറിൻ്റെ ലെങ്ത് എത്ര തന്നിരിക്കുന്നത്, 12 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. എല്ലാ ലെങ്ത്തും സെയിം ആണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ 1 സെൻറ്റിമീറ്റർ ആർ കട്ട് ഓഫ്, അതായത് ഇതിൻ്റെ 4 മൂലകളിൽ നിന്നും, ഫ്രം 4 കോർണേഴ്സ് 4 മൂലകളിൽ നിന്നും എത്ര സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്, 1 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് അവരെന്ത് മേക്ക് ചെയ്യാണ്, the edges of these are bent up and joined to form a container of height 1 centimeter. അതായത് അതെല്ലാം മടക്കി, ആ കട്ട് ചെയ്ത പോർഷനെല്ലാം നമ്മൾ മടക്കി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ക്വയറിൻ്റെ കണ്ടെയ്നർ കിട്ടുമല്ലേ നമുക്ക്. എത്രയാണ് അപ്പോൾ അവിടെ വരുന്നത്, എന്നിട്ട് നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത് അവിടെ, വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 സൈഡിൽ നിന്നും 4 മൂലകളിൽ നിന്നും 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ ആ ഒരു കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. എങ്ങനെ കപ്പാസിറ്റി കണ്ടുപിടിക്കാം, ഇവിടെ എത്രയാണ് സൈഡ് എന്ന് പറയുന്നത്, സൈഡ് എന്താവും,
നമ്മുടെ ആ കട്ട് ചെയ്തതിന് ശേഷമുള്ള സൈഡ് എത്രയാവും? അതായത് ഇവിടെ ടോട്ടൽ 12 ആണ്, ഇവിടെ നിന്ന് ഒരു 1 പോയി, ഇവിടെ നിന്ന് ഒരു 1 പോയി. അപ്പോൾ ബാക്കി എത്ര വന്നു? ഈ 12ൽ നിന്നും എത്ര പോയി? 2 സെൻറ്റിമീറ്റേഴ്സ് പോയില്ലേ? അപ്പോൾ ഇവിടെ എത്രയാവും? 10 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ സൈഡ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. കപ്പാസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കപ്പാസിറ്റി 10 ഇൻറ്റു 10 ഇൻറ്റു 1 അല്ലേ? എത്രയാണ് ആൻസർ വരുന്നത്? 100 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലേ? അതായത് നമ്മളൊരു 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു സ്ക്വയറിൽ നിന്ന് കട്ട് ചെയ്ത് കണ്ടെയ്നർ ഉണ്ടാക്കുമ്പോൾ എന്താണ് അവിടെ നമ്മുടെ കപ്പാസിറ്റി വരുന്നത്? 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം എന്താണ്? ഇഫ് സ്ക്വയർ ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റർ ആർ കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ളൊരു സ്ക്വയറുകളാണ് സൈഡിൽ നിന്ന് 4 മൂലകളിൽ നിന്നും കട്ട് ചെയ്ത് എത്രയായിരുന്നു? 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടായിരുന്നു. ഇനി ആ 1ന് പകരം നമ്മൾ 2 സെൻറ്റിമീറ്റർ ആണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും കപ്പാസിറ്റി വരുന്നത്? എങ്ങനെ കണ്ടെത്താം? ഇതിന് പകരം നമ്മൾ എത്രയാണ് കട്ട് ചെയ്തെടുക്കുന്നത്? 2 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്ത് വേറൊരു കണ്ടെയ്നർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്ര വരും? അപ്പോൾ ലെങ്ത് എത്ര വരും? സൈഡ് എന്ന് പറയുന്നത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ സൈഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ എത്രയായിരുന്നു? 12 ആയിരുന്നു. ഇവിടെ നിന്ന് ഒരു 2 പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒരു 2 കട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 എണ്ണം പോയി കട്ട് ചെയ്ത് ബാക്കി എത്ര വരും? അവിടെ 8 വരും. അപ്പോൾ സൈഡ് എത്രയാണ് വരാം? 8 സെൻറ്റിമീറ്റർ ആണ് സൈഡ് വരുന്നത്. ഹൈറ്റ് എത്രയാണ് വരുന്നത്? എത്രയാണ് ഹൈറ്റ്? എത്രയായിരിക്കും? നമ്മുടെ ഇതിൻ്റെ ബെൻഡ് ചെയ്ത് നമ്മൾ കണ്ടെയ്നർ ആക്കുമ്പോൾ എത്രയായിരിക്കും ഹൈറ്റ് വരുന്നത്? ഈ ഒരു ലെങ്ത് ആണല്ലേ 2 എന്ന് പറയുന്നതാണ് ഹൈറ്റ് വരുന്നത്. അവിടെ കപ്പാസിറ്റി എത്രയായിരിക്കും? കപ്പാസിറ്റി 8 ഇൻറ്റു 8 ഇൻറ്റു 2 എത്രയാണ് ആൻസർ വരുന്നത്? 128 ക്യൂബിക് സെൻറ്റിമീറ്റർ. 128 ഘന സെൻറ്റിമീറ്റർ ആണ് ആ ഒരു കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? നമുക്ക് ആദ്യം ഒരു സ്ക്വയർ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ക്വയറിൽ നിന്ന് 4 മൂലയ്ക്കിൽ നിന്നും എന്ത് ചെയ്തു? ആദ്യം 1 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് എത്ര കിട്ടി? 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കിട്ടി. അതേപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ 4 കോർണറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 128 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എന്നുള്ള രീതിയിലാണ് നമ്മൾ വോളിയം വ്യാപ്തം കണ്ടുപിടിക്കുന്നത്. പിന്നെ എന്ത് പഠിച്ചു? കുറേ ലിക്വിഡ് മെഷേഴ്സ് പഠിച്ചു. എന്തിനാണ് നമ്മൾ ലിക്വിഡ് മെഷേഴ്സ് പഠിച്ചത്? നമുക്ക് കപ്പാസിറ്റി നോക്കാം അല്ലേ? അതായത് ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം വെള്ളം കൊള്ളും, അല്ലെങ്കിൽ ഒരു ടാങ്ക് ആണെങ്കിൽ, ഒരു റെക്റ്റാങ്കുലർ ടാങ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്യൂബോയിഡൽ ടാങ്ക് ആണെങ്കിൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പാസിറ്റി വരുന്നത്? അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന എന്ത് കട്ടകളുടെ ക്യൂബിൻ്റെ അളവ്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു എന്ത്? നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ വോളിയം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും മിസ് എടുത്ത് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. മിസ് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.